ഹലോ ഡിയേഴ്സ്. അപ്പോൾ അമ്പാടി നമ്മൾ എവിടേക്കാണ് പോകണം? അമ്പാടിക്കട്ടെ ഇവിടെ നോക്കിയിട്ട് പറ, നമ്മൾ എവിടേക്കാണ് പോകണം? ഇവിടെ നോക്കി പറയൂ, എവിടേക്കാണ് പോകണേ നമ്മൾ? അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകണേ. എങ്ങനെ നമ്മൾ പോകണേ? നമ്മളെങ്ങനെയാണ് പോകണേ? പറയേ, എങ്ങനെ പോകണം പറയേ? ബസ്സിലാണ് പോകണം, ഫ്രണ്ട്സ് ബസ്സിൽ. അപ്പം ഞങ്ങൾ വിരുന്ന് പോവുകയാണ്. സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് 2 ദിവസം പോയി ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബസ്സിന് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാം കേട്ടോ. അപ്പം അമ്മ വീട്ടിലേക്ക് പോയിട്ട് വിശേഷം അമ്മ നോക്ക്. മാമന് വരാൻ പറയായിരുന്നു അല്ലേ? മാമ ഇവിടെ ഇല്ലടാ, മാമ ജോലിക്ക് പോയി. എല്ലാം നടന്ന് ക്ഷീണിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും അവൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് കടയിൽ വന്ന് നിൽക്കാണ്ട്. ഞങ്ങളുടെ മരക്കാരൻ്റെ കടയാണിത്. ഏത് പച്ച മിഠായി? അങ്ങനെ ഒന്നും, അതും മിഠായി കഴിച്ചിട്ടില്ലേ ഒരു കുട്ടിക്ക് എന്തോ വയ്യാതായത്, ഫുഡ് പോയ്സൺ ആയത്, അതൊന്നും കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നടന്നു വരവരൊക്കെ കുറവാണ്. എപ്പോഴെങ്കിലും ഉള്ളൂ. അത് അമ്പാടിയായിട്ടൊക്കെ നടന്നു വരവ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ പഴയ ഓർമ്മകൾ അയവറക്കുകയാണ് കേട്ടോ. അയവറക്കുകയാണ്, അതായത് ഓർമ്മകൾ ഓർക്കുന്ന അതിൻ്റെ അർത്ഥം. അതായത് സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും വർക്കിന് പോകുമ്പോഴും ഒക്കെ നമ്മളിവിടുന്ന് ബസ്സിന് കൈ പിടിച്ച്, ഞങ്ങൾ കുറച്ച് ദൂരം ഉള്ളിലോട്ടാണല്ലോ വീട്. അപ്പോൾ ബസ് മെയിൻ റോഡിലോട്ട് ഒരു ഓട്ടോ ഉണ്ട്. അയ്യോ, എങ്ങനെ ഓടെ എത്തുമെന്ന് എനിക്കറിയില്ല. പല ദിവസങ്ങളിലും ഫുഡ് കഴിക്കാതെയും ഒക്കെ ഓടുന്ന ഒരു ഓട്ടമൊക്കെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നു. ഇതിലേക്ക് ഓടുമായിരുന്നു, ഇങ്ങനെ ഓടുമായിരുന്നു. അമ്പാടി അറിയോ, അമ്മ ഓടിക്കളിച്ച് നടന്ന് വളർന്ന വഴിയാണിതൊക്കെ. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു നൊസ്റ്റാൾജി തന്നെയാണ് കേട്ടോ. പഴയ കാര്യങ്ങൾ ഓർക്കാൻ പറ്റും നമുക്ക്. പിന്നെ അധികം നടന്നാൽ വീഴും, ഉണ്ണി നടന്നാൽ വീഴും. ഞാൻ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി. പക്ഷേ ടിസ്റ്റ് അതൊന്നുമല്ല. ഏട്ടൻ വർക്കിന് പോയി, അമ്മ ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ലമ്പാടി. അതാണ് വലിയ ടിസ്റ്റ്. അപ്പം നമ്മളെന്താ ചെയ്യുക? നമ്മളിങ്ങനെ ഉണ്ടാതെ കുറച്ച് നേരം ഇരിക്കും. എന്നിട്ട് അപ്പോഴേക്കും അമ്മമ്മ വരും അല്ലേ? പിള്ളേർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്നെ അമ്പാടിനെ കണ്ട് പഠിക്കണേ. നമ്മുടെ അബി സീരിയസ് ആയി ഒരു കാര്യം പറയട്ടെ, അവിടെ നിൽക്കുക. നമ്മൾ അന്ന് എടുത്തില്ലേ നമ്മുടെ ചലഞ്ച് വീഡിയോസൊക്കെ? അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ട് നമുക്ക് പ്രാവശ്യം മുമ്പിലേക്കും കുറച്ച് ചലഞ്ചിങ് വീഡിയോസ് ചെയ്യണ്ടേ? ഏതാ കണ്ടുപിടിക്കുക? ഞാൻ ബോൾ എടുത്തിട്ട് വരണം വിചാരിച്ചിട്ട് മറന്നു പോയടാ. ഏതാ ചലഞ്ചിങ് വീഡിയോ അമ്പാടി? സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിനി അമ്മ അവിടെ ഇല്ല, അമ്മ പുറത്ത് പോയിരിക്കണം എന്ന് പറഞ്ഞില്ലേ, കുറച്ച് നേരം പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യട്ടെ ടൈം. അമ്മ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടോ, പാത്രത്തിലാക്കിയിട്ടില്ല. ഇതൊന്ന് കടല, വൈകുന്നേരത്തേക്ക് അമ്പാടിക്കും എല്ലാവർക്കും കഴിക്കാൻ കടല പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇതെന്താ സംഭവം? അത് വെള്ളം, ചൂടുവെള്ളം. ഇതെനിക്കുള്ള ചായ ചൂടാക്കി കഴിക്കണം. പിന്നെ ഈ ഒരു സാധനം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെന്താ സാധനം അറിയോ? ഇത് നമ്മുടെ അരി ഉണ്ടല്ലോ, അരി വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ. അരി വറുത്തിട്ട് ഇതിനകത്ത് പഞ്ചസാരയും തേങ്ങയിട്ടൊക്കെ പൊടിച്ചതാണ്. ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം പൊടിച്ച് വെച്ചിരിക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്ത്. അതുകൊണ്ട് അരി ഉണ്ട ഉണ്ടാക്കും. എനിക്ക് അരി ഉണ്ട ഉണ്ടാക്കേണ്ട കാര്യമില്ല. തേങ്ങ, അതുപോലെ പഞ്ചസാര, അരി വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഞാൻ പുറത്ത് വന്നിട്ട് ചായ കുടിക്കണം. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ സാധനം കഴിക്കുമ്പോൾ ചായ കുടിച്ചാലുണ്ടല്ലോ, ചായക്ക് മധുരം ഉണ്ടാവില്ല. അപ്പം അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ. അടിപൊളിയാണ്. കാണുന്നുണ്ടോ? അതൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണത്. ചെറുപ്പത്തെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. വലിയ എക്സ്പെൻസീവ് ഇല്ല, എന്നാൽ പെട്ടെന്നാവും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അമ്മ ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഉണ്ണിയൊന്നും വരാൻ പറ്റില്ല. അമ്മ ചിക്കനായിട്ടാണ് അവിടെ കടയിൽ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി എടുത്തിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് വരാം.
കുറേയായി കേട്ടോ. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് കുറേയായി. മുമ്പ് സാധാരണ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എടുത്തിട്ട് കുറേയായി. അപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് പോയി വാങ്ങിയിട്ട് വരാം. വെട്ടിയോ? അമ്പാടിക്കുള്ള ലെഗ് പീസ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നിർത്തി ഞാനിങ്ങനെ ചിക്കൻ കയ്യിൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇവിടെ വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സൈഡിലൊക്കെ കൊണ്ടുപോകാൻ വളരെ പേടിയുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ പിന്നെ ചിക്കനൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് കേട്ടോ. ചിക്കൻ വാങ്ങിയതും ബാക്കിയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അത് നമ്മൾ ലൈവായിരുന്നു ആ സമയത്ത്. ലൈവിൽ കയറിയവർക്ക് അറിയാം. പിന്നെ ഞാൻ ലൈവ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല കറി ആയതാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അടിപൊളി കറിയായിരുന്നു കേട്ടോ. 2 ടൈപ്പ് കറി ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ഞങ്ങൾ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചു. നാളെ ഏട്ടൻ വരുള്ളൂ, എൻ്റെ ഹസ്ബൻഡ് നാളെ വരുള്ളൂ. അപ്പോൾ പൊറോട്ടയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കുറുകിയ നല്ല എരിവുള്ള ചിക്കൻ കറിയായിരുന്നു. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അമ്പാടി എന്നിട്ട് അമ്മമ്മേൻ്റെ ചീത്ത പറയുണ്ടായിരുന്നു എരിവായിരുന്നു കൊണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. ഗൈസ്, ഒരു കുഞ്ഞു കിളി വന്നിട്ടുണ്ട്. കിളിയല്ല, നമ്മുടെ മോള് പ്രസവിച്ചതാണ്. അതിന് ഞാൻ എന്താ അബദ്ധം ചെയ്തു കേട്ടോ. അയ്യോ, നിങ്ങൾ എന്താ ചെയ്ത്? ഇവനെ വേണ്ടിട്ട് ഞാൻ തൊട്ട് നോക്കിയപ്പോ അങ്ങനെ പേടിച്ചിട്ട് ഓടി ഇറങ്ങി. ഇനി അതിൽ കൊണ്ട് വിടണ്ടേ? മെല്ലെ മെല്ലെ ബാ. അമ്പാടി ഒന്ന് ഇല്ലാട്ടെ, ഞങ്ങൾ കൊണ്ടുവിടാട്ടാ. അയ്യോടാ, അയ്യോ വേണ്ട, നമുക്ക് അത് പേടിച്ചിട്ടാ പൊന്നു. അമ്പാടിയാണെങ്കിൽ ഫുൾ എക്സൈറ്റഡ് ആണ്. ഉണ്ണി എടുത്താ മരിച്ചു പോകും. വേണ്ട, നമുക്ക് അതിൽ കൊണ്ടുവിടാം. പൊന്നു വേണ്ട, പൊന്നു മതി. ടെറസിന്റെ മേലെയായിരുന്നു. പൊന്നു മെല്ലെ അമ്മാടി മാറി പാവായിനെ അവിടെ സുരക്ഷിതമായി. എന്താ പൊന്നു? എൻ്റെ അമ്മ അതാ പൈപ്പ് തന്നെ ഇരിക്കുന്നുണ്ട്, പാവം പേടിച്ചിട്ട്. ഒരു കുട്ടിയുള്ളൂ. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും കേട്ടോ, വീട്ടിലോട്ട് തിരിച്ചു പോകും. ഇപ്പം ഇങ്ങനെ ചുമ്മാ ഇരിക്കുക. നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തുന്നില്ലേ എന്നൊരു സംശയം, നമ്മുടെ സ്ഥിരം ആൾക്കാരിലോട്ട്. അതുപോലെ നമ്മുടെ ലൈവായാലും നമ്മുടെ സ്ഥിരം ആൾക്കാരിലോട്ട് എത്തുന്നില്ലേ എന്നൊരു സംശയമല്ല, എത്തുന്നില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ലൈവ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ ലൈവ് ഇടുന്നുണ്ട് ആസ് യൂഷ്വൽ. എപ്പോഴത്തെയും പോലെ നമ്മൾ സാറ്റർഡേയും സൺഡേയൊക്കെ ലൈവ് ഇടുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പത്തിരി വരുത്തണം. പത്തിരിയുടെ പൊന്നോ അമ്പാടി, എന്തിനാ അമ്മമ്മ പത്തിരി വരുത്തുന്നത്? ഇങ്ങനെ പത്തിരി വരുത്തണം. ഉണ്ണിക്കാണ്? ഉണ്ണിക്കല്ലടാ, അച്ചയ്ക്കാണ്ടാ. അച്ചയ്ക്ക് പത്തിരിയും ചിക്കനും ഇട്ടോണം പറഞ്ഞിട്ടേണ്ട. ഇട്ടോണം. നിങ്ങൾ എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കാറ്? ഇവിടെ അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കാറ്? പച്ചരി നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി പരത്തി വെക്കും, എന്നിട്ട് ഓരോന്നായി ചുട്ടെടുക്കും. അപ്പോൾ ഏട്ടനൊക്കെ വന്ന് ഞങ്ങൾ രണ്ടാളും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെയുള്ളൂ. എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.